കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതായത് ഡിഫറെൻ്റ് ആയുള്ള ഡിഫറൻസിയേഷൻസ് ആണ്. പ്രോഡക്റ്റ് ആവാം, പ്രൈസിങ് ആവാം, എക്സിക്യൂഷൻ സൈഡ് ആവാം. അപ്പോൾ നമ്മൾ ഏതൊരു ഫേം എടുക്കുകയാണെങ്കിലും ഒരേ സെക്ടറിൽ കുറച്ചധികം കമ്പനീസ് ഉണ്ടാവും. ഇപ്പോൾ സോളാർ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള കുറേ കമ്പനീസ് ഉണ്ടാവും, ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൽ കുറേ കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സെക്ടറിൽ നിന്ന് ഒന്നോ രണ്ടോ കമ്പനീസാണ് നമ്മൾ ചൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സെക്ടറിലെ നമ്മളുടെ പോർട്ട്ഫോളിയോന് സ്യൂട്ടബിൾ, ബെസ്റ്റ് എന്നുള്ളൊരു ടേം അതിനപ്പുറം നമ്മുടെ പോർട്ട്ഫോളിയോന് ഏത് കമ്പനിയാണോ സ്യൂട്ടബിൾ ആവുക ആ ഒരു ഫേമിനെ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്പനീസിനെ എടുത്തിട്ട് വർക്ക് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡീസും അവിടെ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസിയേഷൻസും കമ്പനിയുടെ ഒരു എക്സിക്യൂഷൻസ് റൈറ്റും അതേപോലെ പ്രൈസിലെ കോമ്പറ്റീറ്റീവ്നെസ്സും ഒക്കെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ പിന്നീട് നമ്മളൊരു സോട്ട് അനാലിസിസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അതിൽ 2 പാർട്ടാണ്, ഇൻറ്റേർണൽ പാർട്ടും എക്സ്റ്റേണൽ പാർട്ടും. ആ ഇൻറ്റേർണൽ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ചെക്ക് ചെയ്യാം. ദെൻ അതിനുശേഷം എക്സ്റ്റേണൽ പാർട്ട് എന്നുള്ള രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇനി നിങ്ങൾക്ക് പറ്റാവുന്ന കമ്പനീസിൻ്റെ ഒക്കെ തന്നെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക, അത് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ മേജർ ത്രെഡ്സ് ഒന്നുമില്ല, ഫ്യൂച്ചറിലേക്ക് മൂവ് ചെയ്യുന്നുള്ള കമ്പനീസിനെ മാത്രം എന്ത് ചെയ്യുക, നമുക്ക് ചൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. അതായിരിക്കും നമ്മളുടെ ഒരു ഫസ്റ്റ് ലെവൽ അനാലിസിസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷനുകൾ ഒന്നായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഇനി കാണുന്ന കമ്പനീസിനെയൊക്കെ തന്നെ ഒരു സോട്ട് അനാലിസിസ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ട്രൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മൾ അതിനെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചായിരുന്നു. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ജസ്റ്റ് നോക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ വളരെ പതുക്കെ മാത്രം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിൽ ലേണിംഗ് എന്നുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് നമുക്കിപ്പോൾ റേഷ്യോസ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിലെ കുറേ അധികം ഫാക്ടേഴ്സ്, എസ്പെഷ്യലി ക്വാളിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് നമ്മളൊരു കുറച്ചധികം സമയത്ത് അവിടുത്തെ സിഇഒസിനെ വാച്ച് ചെയ്യുക, അവരുടെ അണ്ടറിൽ കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് ഒരു കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയുള്ള പ്രോസസ്സാണ്. അപ്പം ടൈം കൺസ്യൂമിങ് എന്നല്ല, കുറച്ചൊരു എക്സ്പീരിയൻസ് ഒന്നും കുറച്ച് കേസിൽ എടുക്കാനുള്ള. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ജസ്റ്റ് എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഷേല് എന്തൊക്കെ വിശേഷം? ഷേല് ഇത് വീട്ടിലെത്തിയോ അല്ലെങ്കിൽ ഓൺ ദ വേ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ പ്രീവിയസ് ഏരിയാസ് ഒക്കെ നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ഏകദേശം നിങ്ങളിത് നോക്കിയായിരുന്നു. ഓക്കെ, എപ്പോഴേക്കാണ്, എങ്ങനെയാ എക്സാം എപ്പോഴേക്കാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്? നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഷെഡ്യൂളിലേക്ക് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് മാറണമായിരുന്നു. കാരണം ഞാൻ ഇവരോടും ചോദിച്ചായിരുന്നു, എനിക്ക് സിനാനോടും ഞാൻ ചോദിച്ചായിരുന്നു എക്സാമിൻ്റെ കാര്യം. അത് നിങ്ങൾ എടുക്കണം, അസ്റ്റദും അതൊന്ന് എടുക്കണം. ഷെഹലിൻ്റെ ഇവിടുത്തെ നാട്ടിലെ അവൈലബിലിറ്റി എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്? നമുക്ക് നമുക്ക് ഇപ്പൊ നമ്മളൊരു 1 മന്ത്സ് ആവുന്ന ഒരു 50% കണ്ടന്റിലേക്ക് എത്തിയിട്ടുള്ളൂ. നമ്മൾ ഈ രീതിയിൽ പോകുമ്പോൾ എന്തായാലും നമുക്ക് ഒരു 1 മന്ത്സും കൂടെ മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, 1 മന്ത്സും കൂടെ നമുക്ക് ഓക്കെ ഓക്കെ. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അസ്ജദിൻ്റെയും അതേപോലെ തന്നെ സിനാൻ്റെയും അവരുടെ ടൈമിൽ മാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാം. പിന്നെ നമുക്ക് ഒരു എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സും കൂടെ ഇപ്പോൾ ഒരു 10-11 ചാപ്റ്റർ എത്തുന്നതോട് കൂടി നമുക്ക് മോക്കുകൾ ചെയ്ത് നോക്കാം. അപ്പം മോക്ക് ചെയ്ത് നല്ല സ്മൂത്ത് ആയതിനു ശേഷം നമുക്ക് എക്സാമിലേക്ക് പോവാം. ഓക്കെ 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 ഓക്കെ. കാരണം സിനാനും അസ്ജദിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, എക്സാമിനോട് അടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് ആ എക്സാമിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പോവുമല്ലോ. അതിന് മുൻപേ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എക്സാം കഴിഞ്ഞൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും ഇത് വീണ്ടും ഇതൊക്കെ ഒരു റീചെക്ക് ചെയ്യേണ്ടി വരും കംപ്ലീറ്റ്ലി. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം.
ഓക്കെ. ദെൻ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ചും കൂടെ നമ്മളൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് തന്നെയാണ്. അതിൽ തന്നെ ക്വാളിറ്റീസ് ഓഫ് എ മാനേജ്മെന്റ്. ഇപ്പോൾ ഒരു മാനേജ്മെന്റ് കോമ്പറ്റേറ്റീവ്നെസ് അല്ല, ഒരു സിഇഒ അല്ലെങ്കിൽ CFOs അല്ലെങ്കിൽ ചീഫ് ടെക് മീൻസ് മറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസേഴ്സ്, അപ്പോൾ അത്തരം ഒരു ആസ്പെക്ട്സ്, അവരുടെ ഒരു ക്വാളിറ്റി, മാനേജ്മെന്റ് ക്വാളിറ്റീസ്, പ്രൊമോട്ടേഴ്സിൻ്റെ ക്വാളിറ്റീസ്, ആ ഒരു കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക അത്. പക്ഷേ ഈ ഒരു ഇവാലുവേഷൻ ശരിക്കും ഒരു സിംഗിൾ പേജിൽ നിന്ന് എടുത്തിട്ടുള്ള ഇവാലുവേഷൻ പോലെയല്ല. ഈ ഇൻഫർമേഷൻസ് നമ്മൾ റെഗുലറായിട്ട് ഒരാളെ ട്രാക്ക് ചെയ്താൽ മാത്രമാണ് അവർ, കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഫേമിനെപ്പുറം ഒന്നും ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യാത്ത ഒരാളാണ്. ആ ഫുൾ ടൈം വർക്ക് ചെയ്യാത്ത ഒരാളിന് ഈ ഒരു കാര്യം ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി കുറച്ച് എന്ത് ചെയ്യേണ്ടി വരും. ഇത്തരം കമ്പനീസിനെ നമ്മൾ കുറച്ച് കമ്പനീസിനെ റീഡ് ചെയ്ത് തുടങ്ങുക. ആ റീഡ് ചെയ്യുന്ന കമ്പനീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആളുകളും അവരുടെ ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവരെ ഫോളോ ചെയ്ത് അതിന് അവരുടെ ലിങ്ക്ഡിനോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിങ്ങോ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസോ അവരുടെ പ്രസ് കോൺഫറൻസസോ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് എ മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് പാർട്ടാണ് ഒരു എഡ്യൂക്കേഷൻ ലെവൽ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കമ്പനീസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, അതിലേറ്റവും എളുപ്പ വഴി നമ്മുടെ എഡ്യൂക്കേഷന് ഏറ്റവും സുപ്രീം ആയിട്ടുള്ള സ്പേസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും എളുപ്പ വഴി അതാ പറയാം. ഇപ്പോൾ നമുക്കൊരു ഫണ്ട് മാനേജർ ആവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു ഫണ്ട് മാനേജ്മെൻറ്റ് ടീം മെമ്പർ ആവാൻ പറ്റും. അപ്പോൾ അങ്ങനെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഇപ്പോൾ ഉള്ള നമ്മളൊരു BCom പ്ലസ് NISM സർട്ടിഫിക്കേഷൻസ് പിന്നെ മാർക്കറ്റ് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു 6 months കഴിഞ്ഞ് അടുത്തൊരു BCom കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ ഇപ്പോൾ HDFCയിലേക്കോ ICICIയിലേക്കോ ഒന്നും നമുക്ക് ഡയറക്റ്റ്ലി റിക്രൂട്ടഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതങ്ങനെ തന്നെ പറയണമല്ലോ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്താൻ ആദ്യം മാർക്കറ്റിലെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആ ഫിനാൻഷ്യൽ കൺസൾട്ടേഷൻ എന്നുള്ള സമയത്ത് നമ്മൾ റിസർച്ച് ക്വാളിറ്റി ഒരു 1 year ബിൽഡ് ചെയ്യേണ്ടി വരും. ആ 1 year കഴിയുമ്പോൾ നമുക്ക് ഇക്വിറ്റി അസോസിയേറ്റ്സ് പോലെയുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ മാർക്കറ്റ് എക്സ്പീരിയൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തും. പക്ഷെ അതിന് പകരം നോർമലി നമുക്ക് നമ്മുടെ BCom കഴിഞ്ഞ് നമ്മുടെ PG ചെയ്യുന്നത് ഒരു ഇതേപോലെ IIM പോലത്തെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യുകയാണ്. നമുക്കൊരു ഹൈ എൻഡ് മാനേജ്മെൻറ്റ് ലെവൽ ട്രെയിനി എന്നുള്ള രീതിയിലും മാനേജ്മെൻറ്റ് ലെവൽ എന്ത് ചെയ്യാം സ്പേസിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിനൊരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോയിൻ ചെയ്യുന്നതെന്നും ആ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്ലോഷേഴ്സ് നമ്മളെ ഈ ലെവലിലേക്ക് എത്തിക്കൂ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പം എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ആ എഡ്യൂക്കേഷൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളെ എയിം ചെയ്ത് വർക്ക് ചെയ്താലും ഞാൻ തെറ്റ് പറയില്ല. ഇനി PG നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവൻ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്താലും തെറ്റില്ല. കാരണം ആ ഒരു കോഴ്സ് കഴിഞ്ഞ് പക്ഷെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ കീ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ്. നമ്മളത് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു എളുപ്പ വഴിയാണുള്ളത്. പക്ഷേ ഇനി ഇൻ കേസ് ഇനി അതല്ല നമ്മൾ ഈ ഒരു ലൈനിൽ പോയാൽ പോലും നമുക്ക് അത്ര എക്സ്പെൻസീവ് അല്ലാത്ത വേയിൽ കൂടെ ലോണൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ഒരു ഡെഡിക്കേഷൻസ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നോർമലി എക്സ്പീരിയൻസ് ആണ്. ഒരു CEO ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ CTO ആയി വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് നോക്കും, ആ കമ്പനീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രീവിയസ് കമ്പനീസിൽ അവരൊരു ട്രാക്ക് റെക്കോർഡ് എന്താണ്, പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഇക്വിറ്റിയിൽ കൂടുതൽ റിസർച്ച് അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ലെങ്കിലും, പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ പലപ്പോഴും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഫണ്ട് മാനേജേഴ്സ്
അവരിതിനെ മുൻപേ വർക്ക് ചെയ്തിട്ടുള്ള ഫണ്ട്, കറൻ്റ്ലി അവർ വർക്ക് ചെയ്യുന്ന ഫണ്ടുകൾ, അതിൻ്റെ പെർഫോമൻസ്, പ്രീവിയസ്ലി വർക്ക് ചെയ്ത ഫണ്ട്, അതിൻ്റെ പെർഫോമൻസുകളൊക്കെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, എടുത്ത് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസ് ട്രാക്കിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് കറണ്ട് മീൻസ് എത്ര പീരീഡ് ഓഫ് ടൈമിലേക്കാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കും. ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളതൊക്കെ നോക്കണം. എപ്പോഴും ഒരു മാനേജ്മെന്റ് ഒരു നല്ല ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം, ഇപ്പം എടുക്കുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ സെനാരിയോ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സിഇഒ ആരാണ്, ഇന്ത്യനാണ്, സുന്ദർ പിച്ചായ്. അപ്പോൾ അതൊരു ലോങ് ടേം എൻട്രി ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ലോങ് ടേം വിഷനിൽ ഡിഫറെൻ്റ് ആയുള്ള പോളിസീസ് നടപ്പിലാക്കി പോവാം. പക്ഷെ അതിന് പകരം വളരെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ആ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ അത്തരം ഒരു സിഇഒയോ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, കുറച്ച് റിസ്കി ആയുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കില്ല. അവരുടെ കയ്യിലുള്ള സമയത്ത് അവരെന്ത് ചെയ്യുന്നു, അതിനെ ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അപ്പോൾ അത്തരം ഫാക്ടേഴ്സൊക്കെ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാം. പിന്നെ ലോങ് ടേം വിഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഡയറക്ഷൻ. ഇപ്പോൾ കമ്പനി എങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ലോങ് ടേം വിഷൻ എന്താണെന്നുള്ളത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, വിഷൻ ബോർഡൊക്കെ നമ്മൾ നോക്കും. അത് ഒരു വിഷൻ എന്നുള്ളത് ഒരു ലോങ് ടേം ആണ്, ലോങ് ടേം പ്രോസസ്സാണ്. മിഷൻ എന്നുള്ളത് ഒരു കുറച്ചും കൂടെ ഷോർട്ട് ടേം ആക്ടിവിറ്റി ആണെങ്കിൽ ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് വിഷൻ. ഇപ്പോൾ ഒരു ഫേം ആ ഏരിയ ഒരു എഡ്യൂക്കേഷൻ ഫേം ആണെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷനോ ആണ് അവർ എയിം ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അത് അതിൻ്റെ ഒരു വിഷനാണ്, ആ ഓർഗനൈസേഷൻ്റെ ഒരു വിഷനാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആൻഡ് ദെൻ അത്തരം ഫാക്ടേഴ്സൊക്കെ നമുക്ക് നോക്കാം. ലോങ് ടേം ആസ്പെക്ട്, ലോങ് ടേം വിഷൻ അല്ലെങ്കിൽ ലോങ് ടേം എബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു സ്ട്രാറ്റജിക് ഫിറ്റ് ആണ്. ദാറ്റ് മീൻസ് ദ എക്സ്പീരിയൻസ് ഇൻ എക്സിക്യൂട്ടിങ് ദി കറണ്ട് കമ്പനി സ്ട്രാറ്റജീസ്. ഒരു കേസസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അപ്പോൾ ഓക്കെ, അദാനി ഗ്രൂപ്പിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ പവർ എന്നുള്ളത് നമുക്കറിയാം വളരെ എന്താണ്. ഇപ്പോൾ അതിന് കുറേ പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ അവർ പല സെക്ടറിലും എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. അത് അവരുടെ ഒരു ഗ്രോത്ത് സ്റ്റോറി നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. വളരെ ചെറിയൊരു പീരീഡ് ഓഫ് ടൈം കൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക്, ഇപ്പോഴുള്ളൊരു ലെവലിലേക്ക് കമ്പനി മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു എക്സിക്യൂഷൻ സ്ട്രാറ്റജീസ് അത് ഡിഫറെൻറ്റ് സെനാരിയോയിൽ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഏതർ വേണോ ഓല വേണോ എന്നുള്ളൊരു കേസസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുക ഏതറിനെ ആയിരിക്കും. കാരണം ഓല മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ആ ഒരു എക്സിക്യൂഷൻ കേസസിൽ അവർക്ക് വന്ന ഒരു ഇൻഎക്സ്പീരിയൻസസും അവർ എടുത്ത ഡിസിഷൻസും ഒക്കെ ഇനിയും നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ് പോയിന്റ് ആയിരിക്കും. ഇനി അതിൽ നിന്ന് മാറിയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ പോലും അവിടെ നമുക്ക് എന്തായിരിക്കും, അതൊരു വാല്യൂ പോയിന്റ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നീട് അതേപോലെ തന്നെ ഗൈഡൻസസ് പ്രൊവൈഡഡ് ആൻഡ് വെദർ ദ ടാർഗറ്റ് വേർ മീറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ എന്നുള്ളത് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസ് അത് നമ്മുടെ ടാർഗറ്റിലേക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനി അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എക്സ്പ്രസ് ചെയ്യുന്ന അവരുടെ കറണ്ട് അല്ലെങ്കിൽ കമ്മിങ് ഇയേഴ്സിലെ ടാർഗറ്റ്സ് ഉണ്ടാവും. അത് പ്രോപ്പറായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ ട്രാക്ക് ചെയ്യും. പിന്നെ റെഗുലേറ്ററി കംപ്ലയിൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നുള്ള ഫേം ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യും. ഇപ്പോൾ റെഗുലേറ്ററി കംപ്ലയിൻസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് എന്തെങ്കിലും ഒരു ഹൈ പെർഫോമിംഗ് ബാങ്ക് ആയിരുന്നു. പക്ഷേ അവർ പല സമയങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള റെഗുലേറ്ററി കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ കംപ്ലയിൻസുമായി റിലേറ്റ് ചെയ്ത ഇഷ്യൂസ്, പല റെഗുലേഷൻസും ഫില്ല് ചെയ്യാത്ത, അത് മറ്റ് കമ്പനീസും ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരം ഇപ്പോൾ അതേപോലെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വാല്യുവേഷൻ അറൗണ്ട് ഒരു 50% താഴെ പോകാനുള്ള കാരണം അവർ ഫോളോ ചെയ്തിട്ടുള്ള ഒരു വാല്യുവേഷൻ ടെക്നിക്സിലുള്ള ഒരു ഡിഫറൻസ് ആണ്. അപ്പം അങ്ങനെ റെഗുലേറ്ററി കംപ്ലയിൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെയ്യണം. കാരണം റെഗുലേറ്ററി കംപ്ലയിൻസ് മീറ്റ് ചെയ്യാത്ത ഒരു കമ്പനി ഏതെങ്കിലും ഒരു സമയത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്കൊരു ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഹൈ ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കും. റെഗുലേറ്ററി കംപ്ലയിൻറ്റ് ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ട് ഡാറ്റാസ് ഫയൽ ചെയ്യുന്ന ആളുകളാണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള റെഗുലേറ്ററി കംപ്ലയിൻസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കാരണം
ഈ റെഗുലേറ്ററി കംപ്ലയിൻറ്റ്സ് വരുന്ന ആളുകൾക്ക് തന്നെയാണ് അത് വീണ്ടും വീണ്ടും വരിക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഏത് കേസസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ റാഷായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും അവരത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ ഒരു 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 ഒഫൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കൂടുതൽ സാധ്യത. പിന്നെ നോർമലി സക്സഷൻ പ്ലാൻസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നെക്സ്റ്റ് ലെവലിലേക്കുള്ള ടോപ്പ് ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഇതിൻ്റെ അതോറിറ്റി എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം റിലയൻസ് ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നു, മുകേഷ് അംബാനി മാറിയിട്ട് അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് മാറുമ്പോൾ അവിടെ അത് ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. ഇപ്പോൾ മുകേഷ് അംബാനി അത് ഡീൽ ചെയ്തതുപോലെ, അത് ഈ റിലയൻസ് ഇൻഡസ്ട്രീനെ ലീഡ് ചെയ്തതുപോലെ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് അടുത്തൊരു പേഴ്സണെ ലീഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും നമ്മൾ അവിടെ വാച്ച് ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ സക്സഷൻ പ്ലാന് അല്ലെങ്കിൽ ആ ടോപ്പ് ലെവലിലേക്ക് വരുന്ന എക്സിക്യൂട്ടീവ്സ് പ്രോപ്പർ അല്ലെങ്കിൽ നല്ല മാനേജ്മെൻറ്റ് എബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ്. ഇൻ കേസ് ഇനി അതൊരു എബിലിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത്തരം കമ്പനീസിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുക എക്സിറ്റ് ചെയ്ത് നെക്സ്റ്റ് വണ്ണിലേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് ക്വാളിറ്റിയിൽ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രാക്ക് റെക്കോർഡ്സ്, ടൈം, വിഷന്, പിന്നെ എക്സിക്യൂഷൻ സൈഡിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ചെക്ക് ചെയ്യുക. കാരണം ഇന്ന് പവറും പോയി, അറ്റ് ദ സെയിം ടൈമിൽ ലാപ്ടോപ്പും മൊബൈലിലും ഒക്കെ തന്നെ ചാർജും കുറവാണ്. എന്തായാലും നമുക്ക് കട്ടാവുന്നത് വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ കേസ് എപ്പോഴെങ്കിലും കട്ടായി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നാളെ എടുക്കുകയും ചെയ്യാം കേട്ടോ. കാരണം ഇന്ന് ഫോൺ ഞാൻ ഉപയോഗിച്ചു ഇവിടെ വെച്ചു, അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് വെച്ചു, അത് കണക്ട് ചെയ്തിടാൻ മറന്നു. അപ്പോൾ ഇവിടെ പവർ കട്ടാണ്. അപ്പോൾ നമ്മളുടെ ഹലോ ആശ്ചര്യത്തെ പറഞ്ഞോ. അപ്പോൾ ഇൻ കേസ് എപ്പോഴെങ്കിലും കട്ടാണെങ്കിൽ നമുക്ക് ബാക്കി പോർഷൻസ് നമുക്ക് നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ എൻ്റെ 2 ഫോണും എന്ത് ചെയ്തിട്ടില്ല, ചാർജ് ചെയ്തിട്ടില്ല. ഫോണിൽ ചാർജ് ഉണ്ടാവും, പക്ഷേ ലാപ്ടോപ്പിൽ ചാർജ് കുറവാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം ബാറ്ററി ലോന്ന് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, എന്നാലും നോക്കാം നമുക്ക്. ഓക്കെ, പിന്നെ അടുത്ത നെക്സ്റ്റ് ഒരു ലെവൽ ഏരിയാസ് എന്നുള്ളത് കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കമ്പനിയുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, അവിടെ പ്രോപ്പറായുള്ള റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടാണോ കമ്പനി മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും അല്പം കൂടെ ഒന്ന് എന്ത് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ ആ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെർട്ടൈൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ബോർഡ് കോമ്പോസിഷൻ ആണ്. അപ്പോൾ ബോർഡ് കോമ്പോസിഷനിൽ ഒരു 50% എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, മോർ ദാൻ 50% ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആവുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, സെബി അത്രയോ പറയുന്നുള്ളൂ, ഇറ്റ്സ് മോർ ദാൻ 50% മതി. പക്ഷേ അതിൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ കമ്പനിയായിട്ട് റിലേറ്റഡ് അല്ലാത്ത ആളുകളാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ ഡിസിഷൻസ് ഒക്കെ എന്തായിരിക്കും, കാരണം ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടായിരിക്കില്ല എടുക്കുക, ഓൾ കമ്പനിക്ക് വേണ്ടിയിട്ടും എക്കണോമിക്ക് വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു ഡിസിഷൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ, മെജോറിറ്റി ഡയറക്ടേഴ്സ് ആർ ഇൻഡിപെൻഡൻ്റ് എന്നുള്ളതാണ്. സെബി എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിന് പകരം ഒരു ടോട്ടൽ ഡയറക്ടേഴ്സിൽ ഒരു 2/3 പോർഷൻ എങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ശരിക്ക് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ്. കാരണം അങ്ങനെ ആ ഒരു പ്രാക്ടീസ് ഉണ്ടാകുന്ന സമയത്താണ് എപ്പോഴും കമ്പനി ഫെയർ ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. അതിന് പകരം ഒരു 2/3 പോർഷനും കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അത്തരം കമ്പനിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫ്രോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മാനിപ്പുലേഷൻസ് ഒക്കെ അല്പം കൂടെ ഈസി ആക്കി മാറ്റും. കാരണം അവിടെ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവുക ആ 2/3 പാർട്ടിൽ നിന്നാണ്. 1/3 പാർട്ടിൽ അത്ര വലിയ കൺസിഡറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും എന്താണ്, ഒരു ഐഡിയൽ എന്നുള്ളത് 50% എബവ് മതി. പക്ഷേ എപ്പോഴും നല്ല കമ്പനീസ് എപ്പോഴും കൂടുതൽ ഇൻഡിപെൻഡൻറ്റ്, ഇപ്പം
ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഗൂഗിളിൻ്റെ സിഇഒ ആയി നിൽക്കാൻ നോർമലി ആള് അതിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ടല്ല, ആള് നോർമലി മാനേജ്മെന്റും ഓണർഷിപ്പും ഡിഫറെൻ്റ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം സിഇഒ ആയിട്ട് വരുന്നത്. ഇനി അതേപോലെ ചെയർമാൻ ഓർ സിഇഒ സെപ്പറേഷൻസ്. Majority of the top 1,000 listed companies CEOs not from the means promoters group. അപ്പോൾ ഇത് ഈ ഒരു കോൺസെപ്റ്റിന്റെ പാർട്ടാണ്. മോഡേൺ മാനേജ്മെന്റിൽ മാനേജ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് എന്നുള്ളത് രണ്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താവണമെന്നില്ല, ഓണേഴ്സ് സിഇഒ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം പക്ഷെ ചെറിയ ചെറിയ ഫേംസിലൊക്കെ ഓണേഴ്സ് തന്നെയായിരിക്കും സിഇഒ ആയിട്ട് ആക്ട് ചെയ്യുക. പക്ഷെ വലിയ ലിസ്റ്റഡ് കമ്പനീസിന്റെ സെനാരിയോസ് എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞതാണ് പിന്നെ സുന്ദർ പിച്ചായി സിഇഒ ആവുന്നത് അദ്ദേഹത്തിന് അതിൽ എക്സ്പോഷേഴ്സ് ഉള്ളതുകൊണ്ടല്ല, ക്യാപിറ്റൽ എക്സ്പോഷേഴ്സ് ഉള്ളതുകൊണ്ടല്ല, അതിന് പകരം മാനേജ്മെന്റും അതേപോലെ ടെക്നിക്കൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പം അത് നമുക്ക് ഫേമിനെ ലീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്നിക്കൽ എക്സ്പെർട്ടീസും യൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞോണം, ചെയർമാനും സിഇഒയും സെപ്പറേറ്റ് ആവുക എന്നുള്ളതാണ്. സെപ്പറേറ്റ് ആവുന്നത് തന്നെയാണ് ഒരു ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതേപോലെ നോമിനേഷൻ കമ്മിറ്റി. നോമിനേഷൻ കമ്മിറ്റി എന്നുള്ളത് നോർമലി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വരാൻ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റീസ് ആണ്. അത് ആ ഒരു സെനാരിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് നോർമലി ഫേംസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 50% ഓർ മോർ ദാൻ 50% ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ റിക്വയർമെന്റ്സ് ആണ്. അത് തന്നെയാണ് സെബിയുടെ പ്രാക്ടീസ്. പക്ഷേ അറ്റ് ദ സെയിം ടൈമിൽ അതിലൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ളത് ആ ഒരു റിക്വസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയുള്ള ഡയറക്ടേഴ്സ് ഒന്നും കൂടെ എടുക്കുക എന്നുള്ളതാണ്. കാരണം കമ്പനി മാത്രം ഒരാളെ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ മീൻസ് ഓൾറെഡി ഉള്ള പ്രൊമോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കുറച്ച് ബയാസ്ഡ് ആയിരിക്കും. കമ്പനിക്ക് കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് അതിലേക്ക് വരിക. പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഡൈവേഴ്സിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മാനേജ്മെന്റ് കപ്പാസിറ്റി ഉള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സും കൂടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഓഡിറ്റ് ഫീസ് എന്നുള്ളത്, ഓഡിറ്റ് ഫീസിന് നോ ക്യാപ്പാണ്. ശരിക്ക് ഒരു എത്ര കൊടുക്കണം എത്ര കൊടുക്കണ്ട എന്നുള്ള കാര്യത്തിൽ സെബിയുടെ ഭാഗത്തുനിന്ന് ക്യാപ്പൊന്നുമില്ല. പക്ഷെ അതിൽ ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, ഒരു ഓഡിറ്റ് കമ്പനിക്ക് ആ ഓഡിറ്റ് കമ്മിറ്റിയുടെ റവന്യൂ ശരി. അപ്പോൾ ഒരു ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ളത് സെബിയുടെ ക്യാപ്പൊന്നുമില്ല. പക്ഷെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ 10% കൂടുതൽ ഒരു ഓഡിറ്റ് ഫേമിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ ഒരു 10% കൂടുതൽ ഒരു ഫേമിൽ ആവാതെ നോക്കുക എന്നുള്ളത് എപ്പോഴും നല്ലതാണ്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഓഡിറ്റ് കമ്പനീസ് ഒരു കമ്പനിക്കും ഫേവറബിൾ ആയിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓഡിറ്റ് ഫേംസ് അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം. ഇനി ഒരു ഫേമാണ് ഒരു 20 ഇപ്പോൾ ഒരു ആ ഓഡിറ്ററിന് ഒരു കമ്പനിയിൽ മാത്രമാണ് അവർ ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ കുറേ കൂടെ ഫേവറബിൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ബയാസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ എൻ്റയർ ഇൻകത്തിനെ അത് ബാധിക്കും എന്നുള്ളതായിരിക്കും. പക്ഷെ അതിന് പകരം അവർക്ക് ഒരു 10-20 ക്ലയൻസ് ഉണ്ട് ഇതേപോലെ. ഇപ്പോൾ ഒരാളിൽ നിന്ന് വരുന്ന മാക്സിമം ഇൻകം ടോട്ടൽ ഇൻകത്തിന്റെ 5% ഒക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് ആ ബയാസ്ഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യം വരില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓഡിറ്റേഴ്സ് ഫീസ് എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ, അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. റെസ്ട്രിക്ഷൻസ് ഇല്ല, ഏത് എമൗണ്ട് വേണമെങ്കിലും ചാർജ് ചെയ്യാം, എത്ര എമൗണ്ട് ചാർജ് ചെയ്യുന്നതിനും പ്രശ്നമില്ല. പക്ഷേ അതിലൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ളത് ഓഡിറ്റേഴ്സും ശ്രദ്ധിക്കുക, ഒരു 10-20 ക്ലയൻസ് വേണം, ഒരാളിൽ നിന്നുള്ള അവരുടെ ടോട്ടൽ ഇൻകം എന്നുള്ളത് ഒരു 5% ഒക്കെ ആയിട്ട് എന്നുള്ള രീതിയിൽ എടുക്കുക. ഇനി അവിടെ ആ ഒരു കേസിൽ
ഇവർ നോക്കേണ്ട കാര്യം, കമ്പനി നോക്കുന്ന ഇതേപോലെ തന്നെയായിരിക്കും. കമ്പനിയുടെ ഓഡിറ്റർ, കമ്പനിക്ക് ശരിക്കും അത് വലിയ പ്രശ്നങ്ങളില്ല, പക്ഷെ ഓഡിറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അവർക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻസും ഒക്കെ ഉറപ്പുവരുത്താൻ, അതൊരു കമ്പനി അവരിൽ നിന്ന് മാറി അടുത്തൊരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഇൻകത്തിലൊന്നും വലിയ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇനി ഓഡിറ്റേഴ്സ് റൊട്ടേഷനാണ്. അവിടെ 5 years ആണ്. എവറി 5 years എന്ത് ചെയ്യണം, ഒരു ഓഡിറ്ററിൽ നിന്ന് മാറി അടുത്തൊരു ഓഡിറ്ററിലേക്ക് കമ്പനീസ്, കോർപ്പറേറ്റ്സ് മാറണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. അത് സ്ട്രിക്റ്റ് റൊട്ടേഷൻ ആണ്. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റേഴ്സിനെ മാറ്റുക, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെ മാറി നെക്സ്റ്റ് വണ്ണിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഓഡിറ്ററിലേക്ക് മാറുക എന്നുള്ളത് അത് നല്ലൊരു പ്രാക്ടീസാണ്. അത് സ്ട്രിക്റ്റ് ആണ്, മാൻഡേറ്ററി ആണ്. പിന്നെ ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി എന്നുള്ളത്, ഓഡിറ്റ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിൽ എന്ത് ചെയ്യുക, ജനറൽ വ്യൂ, സെബിയുടെ വ്യൂ എന്നുള്ളത് 2/3 ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ് ആവണം, 1/3 വേണമെങ്കിൽ കമ്പനി മെമ്പേഴ്സ് ആവാം. പക്ഷേ അത് എന്താണ്, ഇവിടെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ളത് ഓൾ മെമ്പേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ്. കാരണം കമ്പനി പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ പ്രൊമോട്ടേഴ്സിൻ്റെ ഏതെങ്കിലും അവരുടെ ചില ബയാസ്, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളിൽ എന്തുണ്ടാവും, സെർട്ടൈൻ റെസ്ട്രിക്ഷൻസ്, അല്ലെങ്കിൽ സെർട്ടൈൻ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വേണം എന്നുള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഫേവറബിൾ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഓഡിറ്റ് കമ്മിറ്റി വർക്ക് ചെയ്യേണ്ട സെനാരിയോസ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് കമ്മിറ്റി മെമ്പേഴ്സിൽ മെജോറിറ്റി ആളുകളും ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് അതിലൊരു സൊല്യൂഷൻ. പക്ഷെ അവിടെ തന്നെ മിനിമം 2/3%. കാരണം കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും കൂടെ വിചാരിച്ചാൽ മാത്രമാണ് അവിടുത്തെ ഡിസിഷൻസിനൊക്കെ എക്സിക്യൂഷൻസിലേക്ക് വരിക. കമ്പനി പ്രൊമോട്ടേഴ്സിൻ്റെ പാർട്ടിൽ നിന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂഷൻസിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അതിനു വേണ്ടിയിട്ടാണ് 1/3 ഇൻഡിപെൻഡൻറ്റ് കൊടുക്കുന്നത്, ബാക്കിയുള്ള 2/3 ആണ് ഇൻഡിപെൻഡൻറ്റ് നിർബന്ധം പറയുന്നത്. മറ്റേ ഡിപെൻഡൻറ്റ് എന്നല്ല, കമ്പനി പ്രൊമോട്ടേഡ് സൈഡാണ് 1/3%. പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉള്ളതാണ്. ഓക്കെ, അവിടെ നോർമലി എന്താണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിൽ, അത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഇല്ല. ഇപ്പം ഈ നേരത്തെയൊക്കെ നമുക്ക് കുറച്ച് എമൗണ്ട് എങ്കിലും എന്തുണ്ടായിരുന്നു, ക്യാഷിൽ ചെയ്യായിരുന്നു. ഇപ്പോൾ വളരെ 20,000 താഴെ മാത്രമാണ് ക്യാഷസ് ഹോൾഡ് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, മീൻസ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് പോലെ. അതേപോലെ എന്ത് ചെയ്യുക, മീൻസ് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യാം, മീൻസ് ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ മുൻപിലേക്ക് വരിക എന്നുള്ളതാണ്. ജസ്റ്റ് അപ്പം ഒരു ബെസ്റ്റ് പ്രാക്ടീസും അതാണ്. എല്ലാ മെറ്റീരിയൽസും ഈവൻ ദോ സിംഗിൾ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് വരെ ഓഡിറ്റഡ് ആവുക എന്നുള്ളതാണ്. പിന്നെ നോർമലി റെമ്യൂണറേഷൻ കമ്മിറ്റി ഇവിടെ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൽ ബെസ്റ്റ് പ്രാക്ടീസസ് അതിൽ എന്തില്ല, ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ഉള്ളത്. കാരണം ഒരു ഫേം നമുക്കറിയാം, പല CEOസിൻ്റെയും എല്ലാവരെയും ഒരു റെമ്യൂണറേഷൻസിലൊന്നും തന്നെ എന്തില്ല, ഒരു സ്പെസിഫിക്, ഒരു മിനിറ്റ്, യെസ്, ഹലോ, ഓഡിബിൾ അല്ല. ഓക്കെ, എന്ത് പറ്റിയായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അസിത് ഓഡിബിൾ ആണോ, ഒന്ന് ചെക്ക് ചെയ്യാവോ? ഹലോ, അസിത് ഓഡിബിൾ ആണോ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവോ? ഹലോ.